ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ അവരെല്ലാവരും ആ ഡഞ്ചന്റെ അകത്തോട്ട് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗോബ്ലിങ്സിനെ എല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്ന് നമ്മുടെ സങ് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നു. ഹേയ് സങ്, നീ ശരിക്കും ആള് മാറിപ്പോയല്ലോ. നീ ഈ ഗ്രൂപ്പിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്തു. നിനക്ക് എവിടുന്നാ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് കിട്ടിയേ എന്ന് മിസ്റ്റർ സോങ് അവനോട് ചോദിക്കുന്നു. അത് പിന്നെ ഞാനും അത് അവനോട് ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പൊ അവന് ഒരു പരിക്ക് പോലും പറ്റിയിട്ടില്ല. ഇന്ന് എന്റെ സഹായം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജോയി പറയുവാണ്. ഏയ് അങ്ങനെയില്ല, തീർച്ചയായിട്ടും നിന്റെ സഹായം എനിക്ക് വേണം എന്ന് ജിൻവുയും അവളോട് പറയുന്നു. ശരിക്കും അവൻ ഒരുപാട് മാറി. അവന്റെ ശരീരം മാത്രമല്ല, അവന്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് മിസ്റ്റർ സങ് വിചാരിക്കുന്നു. സോ ഗോബ്ലിങ്സിനെ ഒക്കെ ഇല്ലാതാക്കിയതിനു ശേഷം അവർ മുന്നിലോട്ട് തന്നെ പോവാണ്. പോകുന്ന സമയത്താണ് 3 വഴികൾ അവർ കാണുന്നത്. അങ്ങനെ അവർ 3 ടീമായിട്ട് പോവാമെന്ന് പറയുന്നു. സോ ജിൻഹുന് അവന്റെ പെർസെപ്ഷൻ എബിലിറ്റി നോക്കിയിട്ട് എവിടെയാണ് ബോസ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. മിസ്റ്റർ സങ്, നമുക്ക് ഇത് വഴി പോവാം എന്ന് അവൻ പറയുവാണ്. സോ അവർ 3 ടീമായിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് കോങ് ജിൻഹുനെ ഒന്ന് നോക്കുന്നുണ്ട്. ജിൻവുയും അവനെ തന്നെ നോക്കുന്നു. ഇതേ സമയം കിം പോകുന്ന സ്ഥലത്ത് ഒരുപാട് ഗോബ്ലിങ്സ് വരുന്നു. അതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ ഗോബ്ലിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അധികം ശക്തിയില്ലാത്ത ഹണ്ടേഴ്സിനെയാണ് ലോ റാങ്ക് ഡഞ്ചറിലോട്ട് അഴക്കുന്നത്. എന്താ ശരിയല്ലേ എന്ന് കിം ചോദിക്കുന്നു. നമ്മൾ ആദ്യവും അത് തന്നെയല്ലേ വിചാരിച്ചേ, പക്ഷെ ഇപ്പൊ എന്തായി? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ റൈഡ് തീർന്ന ഉടനെ തന്നെ ഞാൻ സങ്ങിനോട് സോറി പറയണം. അന്ന് നമ്മൾ പേടിച്ചോടിയത് ആലോചിച്ച് നിനക്കും കുറ്റബോധം തോന്നുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രൊഫഷണൽ ഹണ്ടേഴ്സ് ആണ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരിക്കലും എന്നെ കൊണ്ട് മറക്കാൻ സാധിക്കില്ല. നമ്മൾ ഇനിയോ ഹണ്ടേഴ്സ് ആയിട്ടിരിക്കണമെങ്കിൽ നടന്ന കാര്യം നമ്മൾ ഫേസ് ചെയ്യണം. നമ്മളോട് അവൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവർ മുന്നിലോട്ട് തന്നെ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ 3 കുറ്റവാളികളെയും കോങ് തക്ഷിക്കിനെയാണ്. അവരുടെ മുന്നിലോട്ട് വന്ന എല്ലാ ഗോബ്ലിങ്സിനെയും വളരെ പെട്ടെന്ന് അവർ ഇല്ലാതാക്കുന്നു. ഓ, ഇത്ര പെട്ടെന്നോ? എന്ത് പറ്റി? ഇനി ഇതുപോലൊരു 100 വന്നാ എനിക്ക് നേരിടാവുന്നതേ ഉള്ളൂ എന്നാ കുറ്റവാളികൾ പറയുന്നു. ഓ, അപ്പൊ നിങ്ങളുടെ കൂടെ യഥാർത്ഥ മനുഷ്യരായിരുന്നെങ്കിലോ ഫൈറ്റ് ചെയ്തിരുന്നേ? നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് അവരെ കൊന്നുകളയോ എന്ന് കോങ് അവരോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടും ഒരുപോലെ തന്നെയാ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇതേ സമയം നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ എന്ന് കോങ് അവരോട് ചോദിക്കുന്നു. മൊത്തം 3 പേർ എന്റെ മോളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. അതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ എന്റെ ഭാര്യ കുഴഞ്ഞു വീണു. ഇപ്പൊ ഹോസ്പിറ്റലില്ല. എന്നാൽ ഇതൊന്നും നടക്കാത്ത പോലെ ആ നായ്ക്കളെല്ലാം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. അതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ ശിക്ഷയുടെ കാലാവധി കുറക്കാൻ വേണ്ടി അവരെ പുതിയ റെയ്ഡ്സിന് വേണ്ടി നിയമിച്ചിരിക്കുന്നു. ഇത് എവിടുത്തെ ന്യായമാ? മരിച്ചുപോയ എന്റെ മോളെ എനിക്ക് ഇനി തിരിച്ചു കിട്ടുവോ എന്ന് പറഞ്ഞ് അവരൊരു ബാഗ് തുറക്കുവാണ്. ഇതിനകത്ത് 300 കോടിയുണ്ട്. ഇത് നിനക്കുള്ളതാ. എനിക്ക് വേണ്ടി നീ അവരെ കൊല്ലണം. ഒരു ഡഞ്ചന്റെ അകത്ത് എന്തൊക്കെ നടന്നാലും അത് പുറം ലോകം അറിയില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് വേണ്ടി നീ അവരെ കൊല്ലണം. പിന്നീട് വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നും പുറത്തു പോയതിനു ശേഷം ഇൻസ്പെക്ടർമാരോട് എന്താ പറയാൻ പോകുന്നതെന്നറിയോ? നിങ്ങളെ 3 പേരെയും 100 ഗോബ്ലിങ്സ് ചേർന്ന് കൊടൂരമായിട്ട് കൊന്നുകളഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മിനെയും മറ്റേ ഹണ്ടറിനെയും ആണ്. അവരിപ്പോ അവരുടെ വഴിയിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്നാണ് അവർ ആ കാഴ്ച കാണുന്നത്. ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ആ 3 കുറ്റവാളികളെയും വളരെ ക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് കോ. നീ അത്ര പെട്ടെന്ന് മരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റുന്ന അത്രയും നിന്നെ കഷ്ടപ്പെടുത്തി നിന്നെ ക്രൂരമായിട്ട് കൊന്നുകളയണമെന്ന് ഓർഡർ തന്നിട്ടുണ്ട്. ഹേയ്, നീ എന്താ ഈ ചെയ്യുന്നേ എന്ന് കിം അവനോട് ചോദിക്കുന്നു. ഓ, വഴികളെല്ലാം ഒന്നായെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വഴി ബോസിന്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞ കോങ് അവനെ അങ്ങ് കൊന്നുകളയുന്നു. ശരി, എന്റെ പ്ലാൻ മാറ്റേണ്ട സമയമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കോങ് അവർക്ക് നേരെ വരുവാണ്. ഇതേ സമയം ജിൻഹുനെയാണ് നമ്മൾ കാണുന്നത്. ആ കോങ് തക്ഷിക് ഹോസ്പിറ്റലില് ഇൻസ്പെക്ടറുമായിട്ട് എന്നെ വന്ന് കണ്ടതാണ്. എന്തായാലും എന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. പെട്ടെന്നാണ് ആരോ അലറുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ശബ്ദം കേട്ട സ്ഥലത്തോട്ട് ഓടിച്ചെല്ലുവാണ് ജിൻഹു. സോ അങ്ങോട്ടെത്തി അവൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന ആ കുറ്റവാളികളെയാണ്. കിമ്മിന്റെ കൂടെ വന്ന ആ ഹണ്ടറിനെയോടെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുന്നു. കുറച്ചു മാറി ഇപ്പോ ജീവൻ പോകുമെന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുവാണ് കിം. ജോയി, അവരെ ഹീൽ ചെയ്യ, പെട്ടെന്ന് ഹീൽ ചെയ്യ. ഇത് കേട്ട ജോയി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തോട്ട് പോയി അവരെ ഹീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും
ഇത് ബീസ്റ്റുകൾ ചെയ്ത പണിയല്ല, വളരെ ഷാർപ്പായിട്ടുള്ള ആയുധം വെച്ച് നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. സോ അത് മാജിക് ബീസ്റ്റ് അല്ല ചെയ്തത് എന്നുള്ള കാര്യം മിസ്റ്റർ സോങ്ങിന് മനസ്സിലാവുന്നു. എന്നെ കൊണ്ട് ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് കിം വിളിച്ചു പറയുന്നു. നിങ്ങൾ എന്തീ പറയുന്നേ? നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു പോണ്ടേ? ഇല്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഞാൻ ഇങ്ങനെ ഒരു കളി ഇതുവരെ കളിച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്കടാ. ഞാൻ മനസ്സ് തട്ടി ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്ക്. സോ അവിടെ വെച്ച് മിസ്റ്റർ കിം മരിക്കുവാണ്. തന്നെ കൊണ്ട് മിസ്റ്റർ കിമ്മിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന ജൂയെ അറ്റാക്ക് ചെയ്യാൻ പെട്ടെന്ന് ആരോ വരുന്നു. എന്നാൽ അത് പെട്ടെന്ന് എന്നെ തടയുവാണ് ജിൻഹു. കോങ് തക്ഷിക്കായിരുന്നു അത്. ഓ കുഴപ്പമില്ലല്ലോ, നീയും വളരെ സ്പീഡാണ്. ആദ്യം ഞാൻ ആ ഹീലറെ കൊല്ലണോന്നാ വിചാരിച്ചേ, പക്ഷെ അവളുടെ തലയിലെഴുത്ത് നീ മാറ്റുമെന്ന് തോന്നുന്നു. ഏയ്, നീയാണോ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് മിസ്റ്റർ സോങ് അവനോട് ചോദിക്കുന്നു. അതെ, ഞാൻ തന്നെ ചെയ്തേ. അതിനിപ്പോ എന്താ? നീ ഒരു ഹണ്ടർ അസോസിയേഷൻ മെമ്പർ അല്ലേ? നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതിനല്ലേ ഞാനൊരു കഥ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെയൊക്കെ കൊന്ന് ഈ കുറ്റവാളികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതേസമയം ഞാൻ ബോസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഒരുപാടധികം ഗോബ്ലിങ്സ് ഒരുമിച്ച് വന്ന് ആ കുറ്റവാളികളെ ഇല്ലാതാക്കി. ഞാനൊരു ബി റാങ്ക് ആയതുകൊണ്ട് തന്നെ ഗോബ്ലിങ്സിനെയും ബോസിനെയും ഇല്ലാതാക്കി ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് അല്ലേ? ഇത് കേട്ട് ജിൻഹുവിന് ദേഷ്യം വരുന്നു. അവനിപ്പോ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. പെട്ടെന്ന് മിസ്റ്റർ സോങ്, നീ നിൽക്ക്, നിന്നെ കൊണ്ട് അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവിടെ കിടന്നൊരു വാളെടുത്തുകൊണ്ട് അവന് നേരെ പോവാണ്. അവൻ എന്നെക്കാൾ പവർഫുൾ ആണ്, വലിയ റാങ്കിലുള്ള ആളുമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അധിക നേരം അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നാലും അവനെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും. ജൂയി, നിന്നെ കൊണ്ട് എന്റെ ശരീരത്തിൽ ഒരു കവചം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് സോങ് അവളോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞ് അവൾ ഒരു കവചം ഉണ്ടാക്കുന്നു. സോ മിസ്റ്റർ സോങ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുവാണ്. വളരെ വേഗത്തിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ സോങ്ങിന്റെ കയ്യിൽ മന്ത്രശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. കോങ് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ജൂയി അത് ഹീൽ ചെയ്യുന്നു. ഓ, ഇതിനെല്ലാം കാരണം അവളല്ലേ? ആദ്യം അവളെ തന്നെ അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞ് കോങ് അവൾക്ക് നേരെ പോകുന്നു. സോ ജൂയി ഇപ്പൊ കൊല്ലോടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മിസ്റ്റർ സോങ് പുറകിലൂടെ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ആയുധം കയ്യിൽ വെച്ചിരിക്കുന്ന ശത്രുവിന് തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുക്കുന്നു. നീ ഒരു വയസ്സായവനാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്നെ അങ്ങനെ കുറച്ച് കാണല്ല, എത്രയെത്ര ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ നിനക്ക എന്ന് പറഞ്ഞ് മിസ്റ്റർ സോങ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നെ പോലെ ഒരു കൊലയാളിയായിട്ടുള്ള ഹണ്ടറിന്റെ മുമ്പിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കോങ്. സോ വളരെ വേഗത്തിൽ അവരെ അറ്റാക്ക് ചെയ്യാണ് കോങ്. ജൂയെ കൊണ്ട് അവളുടെ പവർ യൂസ് ചെയ്യാനും പറ്റുന്നില്ല. നിന്റെ ഹീലറും നിന്നെ പോലെയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് കോങ് അവർക്ക് നേരെ വരുന്നു. ഈ ഗെയിം അവസാനിച്ചു എന്ന് പറഞ്ഞ് കോങ് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നിന് അവന് ചുറ്റും തീകൾ വരുവാണ്. ഒരു കൈ പോയത് കൊണ്ട് തന്നെ തന്റെ ടെക്നിക്കെല്ലാം തന്റെ ഉള്ളിൽ നിന്നും പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മിസ്റ്റർ സോങ്. എന്നാൽ അവന്റെ ഫയറിംഗ് ടെക്നിക് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കോങ്ങിനെ അങ്ങ് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അവനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിന്റെ മാജിക് ഉപയോഗിച്ച് എന്റെ സോഡ് ടെക്നിക്കിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? നിന്നെ കൊണ്ടൊരിക്കലും എന്റെ രോമത്തിൽ തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ സോങ്ങിനെ അവൻ കൊല്ലാൻ വേണ്ടി വരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് ജിൻഹു അതാ അവരുടെ മുമ്പിൽ നിൽക്കുന്നു. നീ വീണ്ടും വന്നോ? പറയടാ, ആരാ നീ എന്ന് ചോദിക്കുകയാണ് കോങ്. സൺ ജിൻഹു, ഈ റാങ്ക് ഹണ്ടോ. ഈ റാങ്കറോ? ഒരു ഈ റാങ്കറിനെ കൊണ്ടുപോലും ഇത്രയും പവർഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷേ 2 പ്രാവശ്യം നീ എന്റെ ആക്രമണം തടഞ്ഞു, അതും വളരെ വേഗത്തിൽ. നീ ഒരു അസാസിനാണോ? ഇനിയാണെങ്കിൽ തന്നെ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നീ നിന്റെ ശക്തി മറച്ചു വെക്കുവാണല്ലേ. പക്ഷെ ഇങ്ങനെ ഒരാൾ ഒരിക്കലും ഒരു സാക്ഷിയെ പോലും ബാക്കി വെക്കില്ല. അതിനർത്ഥം നിങ്ങൾക്ക് പരസ്പരം അറിയാവല്ലേ. എനിക്ക് തോന്നുന്നു നീ ഒരു ഫോഴ്സ് റാങ്കർ ആവാൻ യാതൊരു സാധ്യതയില്ലെന്ന്. കാരണം അവർ ഒരു സാക്ഷിയെ പോലും വെറുതെ വിടില്ല. സോ ഒരു ഈ റാങ്കർ ഇത്രയും പവർഫുൾ ആവണമെങ്കിൽ അതിന് ഒരേ ഒരു സാധ്യതയുള്ളൂ. യു ആർ എ സെക്കൻഡ് അവേക്നർ. ഇത് കേട്ട് മിസ്റ്റർ സോങ്ങും ജോയും എല്ലാവരും ഞെട്ടുന്നു. എന്ത്, 2ാമത്തെ ജന്മമോ? അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് ആ ഡബിൾ ഡഞ്ചനിൽ നടന്നതായിരിക്കും എന്ന് പറയുവാണ് മിസ്റ്റർ സോങ്. എന്ത്, ഡബിൾ ഡഞ്ചനോ എന്ന് ചോദിക്കുകയാണ് കോങ്. അപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത്. തുടക്കത്തിൽ ഡബിൾ ഡഞ്ചനിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആ ചെറിയ ഈ റാങ്കറാണ് ഇവൻ. എന്നാ ഇപ്പോ ഇവനെ കാണാൻ വേറെ പോലെയുണ്ടല്ലോ. ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മണാമീറ്റർ 10 കാണിച്ചത്. സോ അതിനർത്ഥം അതിനുശേഷമാണ് ഇവനക്ക് 2ാം ആജ്ഞയും കിട്ടിയിരിക്കുന്നത്. ആ ഡഞ്ചനിൽ നിന്നും ഇവൻ എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? അത് ശരി, അത് വിട്. എന്തായാലും എന്റെ അത്ര എക്സ്പീരിയൻസ് ഇവനില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ സാധിക്കും.
ഒരു ബി റാങ്ക് ഹണ്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കോങ് പറയുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഓ, കുറ്റവാളികളെ കൊന്നതിനെ പറ്റിയാണോ ചോദിക്കുന്നത്? അവർ തെറ്റ് ചെയ്തവരാണ്, അവരെ ശിക്ഷിച്ചേ പറ്റൂ. ഇല്ല, ഞാൻ ചോദിച്ചത് മിസ്റ്റർ കിമ്മിനെ പറ്റിയും ക്യാമിനെ പറ്റിയുമാണ്. എന്തിനാ അവരെ കൊന്നേ? നീ ചെയ്തത് മറച്ചു വെക്കാനായിരുന്നുവെങ്കിൽ നിനക്ക് ഒറ്റയടിക്ക് അവരെ കൊല്ലാമായിരുന്നു. എന്നാൽ നീ അവരെ ഒരുപാട് പരിക്കേൽപ്പിച്ച് വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ടാ കൊന്നേ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനല്ല നീ ഇത് ചെയ്ത്. നീ ആഗ്രഹിച്ചതും അതല്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ബി റാങ്ക് ഹണ്ടർ. വലിയ വലിയ ഗിൽസിൽ നിന്നും എനിക്ക് ഓഫേഴ്സ് വന്നതാ. എന്നിട്ടും ഞാൻ ഈ ഹണ്ടേഴ്സ് അസോസിയേഷനിൽ ഞാൻ എന്തിനാ ജോലി ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? എനിക്ക് മൃഗങ്ങളെക്കാൾ മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുന്നതാ ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞ് കോങ് ജിൻഹു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ പുള്ളി ഒരു സൈക്കോയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് നിൽക്കുവാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരേ സ്പീഡും ഒരേ രീതിയിലുള്ള പവേഴ്സും ഉണ്ട്. എന്നാ നിന്നേക്കാൾ ഹൈ റാങ്കിലുള്ള ഹണ്ടേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതാ നിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കോങ് ജിൻഹുവിനെ നല്ല രീതിക്ക് പരിക്കേൽപ്പിക്കുന്നു. എന്റെ മുൻപിൽ നീ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കോങ് അവനോട് പറയുന്നു. അത് നിന്നെ കൊണ്ട് പറ്റില്ല. ഒരാളെ കൊന്ന് അയാളുടെ ചോര കാണണമെന്നുള്ള ഈ വെറി നിന്നെ കൊണ്ട് കുറക്കാൻ സാധിക്കുമോ എന്ന് ജിൻഹു അവനോട് ചോദിക്കുന്നു. സോ സിസ്റ്റം പോലും അവന്റെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നു. അവനൊരു ശത്രുവാണ്, അവനെ കൊല്ലണം എന്ന് സിസ്റ്റം അവനോട് പറയുന്നു. ഞാൻ നിന്നോട് നന്ദി പറയുന്നു. നിന്നെ കൊല്ലാൻ വേണ്ടി സിസ്റ്റം എനിക്കൊരു കാരണം തന്നിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് ജിൻഹു അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇതിനോടകം തന്നെ അവന്റെ മുഖത്ത് ഒരു ചെറിയ സ്ക്രാച്ച് അവൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻ മുൻപത്തിനേക്കാൾ സ്പീഡായല്ലോ എന്ന് ചിന്തിക്കുവാണ് കോങ്. അതിലൂടെ പോയിസൺ കടത്തിവിട്ട് ജിൻഹു അവനെ അറ്റാക്ക് ചെയ്യുന്നു. പോയിസണോ എന്ന് പറഞ്ഞ അതിശയത്തോടെ നിൽക്കുവാണ് കോങ്. പെട്ടെന്ന് തന്നെ ജിൻഹു അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. നിനക്ക് എന്റെ ഒരു കഴിവ് കൂടി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇൻവിസിബിൾ ആവുകയാണ് കോങ്. എന്നാൽ അവനെ കൊണ്ട് ഇൻവിസിബിൾ ആവാൻ പറ്റുമോ എന്ന് ഒരിക്കലും ജിൻഹു പ്രതീക്ഷിച്ചില്ല. നിന്നെ കൊണ്ട് ഇനി എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഞാൻ എവിടെയാണോ നിൽക്കുന്നതെന്നോ എന്റെ സ്മെല്ലോ ഒന്നും തന്നെ നിന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റില്ല. കൊലയാളികളെ കൊന്നുകളയുന്ന ചില ഹണ്ടേഴ്സിന് മാത്രമേ ഈ കഴിവുണ്ടാവൂ. എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യം ആർക്കും അറിയില്ല. കാരണം അങ്ങനെ അറിയുന്നവരാരും ഇപ്പൊ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ വന്ന് ജിൻഹുവിന്റെ കാലുകൾ വെട്ടുവാണ് കോങ്. സോ അവൻ താഴെ വീഴുന്നു. ജിൻഹുവിനെ സഹായിക്കാൻ വേണ്ടി ജൂയി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോങ് അത് തടയുന്നു. അടുത്തത് നിങ്ങളാ. പരിക്കേറ്റ കാലുകൊണ്ട് നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തടുക്കാൻ സാധിക്കില്ല. ശരി, ഫുൾ റിക്കവറി. ഇത് കണ്ട് കോങ് ഒന്ന് ഞെട്ടുവാണ്. തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹണ്ടറെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഇവന്റെ ഉള്ളിൽ ഇനി ഒരുപാട് കഴിവുകളുണ്ടോ എന്ന് ചിന്തിക്കുവാണ് കോങ്. എന്റെ മറ്റൊരു അവൈറ്റ്നിങ് കൂടി പോയി. നിന്നെ പോലെ ഒരാളെ കൊല്ലാൻ വേണ്ടി എനിക്ക് ദേഷ്യമൊന്നും ആവശ്യമില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ നീ തീർച്ചയായിട്ടും ഇതിനു മുൻപ് ആളുകളെ കൊന്നിട്ടുണ്ടാവുമല്ലോ എന്ന് കോങ് അവനോട് പറയുന്നു. ഇത് കേട്ട് സോങ്ങും ജൂയും ഞെട്ടുവാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവനൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അവന്റെ സ്വഭാവം മാത്രമല്ല മാറിയിരിക്കുന്നത് എന്ന് സോങ് ചിന്തിക്കുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് ഹണ്ടേഴ്സിന് മാത്രം വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊന്നും ഇവിടെ യാതൊരു വാല്യൂ ഇല്ല. കഴിവുള്ളവർ മാത്രമേ എപ്പോഴും മുകളിൽ നിൽക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഇൻവിസിബിൾ ആവുന്നു. ജിൻഹുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. എന്നാ അത് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ ജിൻഹു തടയുന്നു. എന്റെ ഉള്ളിലെ ഈ ഫീലിങ്സിനെ വെച്ച് ട്രാക്ക് ചെയ്യുന്നോ? ശരി, ഞാൻ എവിടുന്നാ വരുന്നതെന്ന് അതൊരിക്കലും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ കോങ് അവനെ കൊല്ലാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ജിൻഹുവിന്റെ അടുത്ത് നിന്നും ഒരുപാട് വെള്ളം വരുന്നത് പോലെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ആവുന്നു. അതിൽ കുടുങ്ങിപ്പോയ കോങ് എന്താ ഇവിടെ നടക്കുന്നേ? ഇതെന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ജിൻഹു തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ കുത്തുന്നു. ഞാൻ എന്തിനാ ആളുകളെ കൊല്ലുന്നതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? സാധാരണക്കാരുടെ കാഴ്ചപ്പാടുകൾ പ്രയോഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മരണത്തെ മുഖാമുഖം കണ്ട ഹണ്ടേഴ്സ്, അതായത് നീയും ഞാനും, അതിൽ പരാജയപ്പെട്ടവൻ എന്തായാലും മരിക്കുക തന്നെ ചെയ്യും. അത് ലോജിക്കൽ റൂളാണ്. നിനക്കൊരാളെ കൊല്ലാനുള്ള കഴിവുണ്ട്, സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് നിന്നോട് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ എന്നെ പറ്റി മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. നീ എന്നെ ഇപ്പൊ കൊന്നത് കൊണ്ട് തന്നെ നീ ഒരു ചെറിയ ഈ റാങ്കർ ആണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഓരോരോ ബാറ്റിൽ കഴിയും തോറും ഞാൻ സ്ട്രോങ് ആവുന്ന ഒരു ഹണ്ടർ ആണെന്ന് എന്നെ കൊണ്ട് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ
നിന്റെ നിഴൽ വളരെ മോശമായിട്ടുള്ള സ്ഥലം വരെ പോവൂന്ന് എന്നെ കൊണ്ട് പറയാൻ സാധിക്കും. അത് മോശമായിട്ടുള്ള സ്ഥലത്ത് എത്തുന്നത് പോലെ നീയും വളരെ മോശമായിട്ട് മാറും. ആ നിഴൽ നിന്നെ നാശത്തിലോട്ട് കൊണ്ടുപോകും. അപ്പോഴും നീ നിന്നെ പറ്റി മാത്രമേ ചിന്തിക്കൂ. നീ ഒരുപാട് തവണ നാശത്തെ നോക്കി നിന്നിട്ടുണ്ട്. എന്നാ ഇനി നാശം നിന്നെ നോക്കി നിൽക്കും. അത് നീ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ് കോങ് അവിടെ വെച്ച് മരിക്കുന്നു. അവൻ പറഞ്ഞത് ശരിയാ. ഞാൻ ഇതിന് മുൻപുണ്ടാതിനേക്കാൾ ഒരുപാടധികം സ്ട്രോങ് ആയി. എന്നാ ഓരോ പ്രാവശ്യം സ്ട്രോങ് ആവും തോറും എന്റെ ഉള്ളിൽ നിന്നും എന്തോ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജിനു, ഒരുപാടധികം നന്ദിയുണ്ട്. നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് ജൂയി അവനോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഡെഞ്ചനിൽ നിന്നും പുറത്തു പോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്തോട്ട് പോവാണ് ജിനു. പിന്നീട് നമ്മൾ കാണുന്നത് ഇൻസ്പെക്ഷന് വേണ്ടി വരുന്ന ജിൻചലിനെയാണ്. ഗാങ് ഇത്രയും കാലം രഹസ്യമായിട്ട് ആളുകളെ കൊല്ലുന്നു എന്ന് എന്നെ കൊണ്ട് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അവന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. ഇതേ സമയമാണ് ജിൻചൽ ജിൻഹുവിനെ കാണുന്നത്. ഇവനാ ഈ റാങ്കർ അല്ലേ? ഇവൻ ഇത്രയധികം മാറിയല്ലോ. ഹേയ്, വീണ്ടും കണ്ടതിൽ സന്തോഷം എന്ന് ജിൻചൽ പറയുന്നു. എന്റെ ആൾ അങ്ങനെ ചെയ്തതിൽ ഞാൻ ഒരുപാടധികം ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ആരാ ഗാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്തേ എന്ന് ജിൻചൽ ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻഹു, ഇനി എന്റെ രഹസ്യം മറച്ചു വെക്കാൻ സാധിക്കുന്നു തോന്നുന്നില്ല. ഇതിങ്ങനെ തന്നെ പോയാ യുജിയുടെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതേ സമയം ഞാനാണ് ഗാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്തതെന്ന് എന്ന് വിളിച്ച് പറയുവാണ് സോങ്. ഓ, നിങ്ങളുടെ റാങ്ക് എത്രയാ എന്ന് ജിൻചൽ ചോദിക്കുന്നു. ഞാനൊരു സി റാങ്കറാണ്. എനിക്ക് ഇവളുടെ സഹായം ഉള്ളത് കൊണ്ടാണ് അവനെ തോൽപ്പിക്കാൻ സാധിച്ചത്. ഓ, ഒരു ഹീലറിന്റെ സഹായത്തോടെയാണോ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്? ശരി, ഇതെനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സഹായം എനിക്ക് വേണം. ആ കോങ് തക്ഷകിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ഞാൻ വലിയ ആളായെന്ന് പറയാൻ പറ്റില്ല. കാരണം അവനൊരു എ റാങ്ക് ആണ്. ഇവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുവാണ് ജിൻഹു. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നീ നിന്റെ പവറും മറച്ചു വെക്കുന്നതിന് എന്തെങ്കിലും നല്ലൊരു കാരണം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് മിസ്റ്റർ സോങ് അവിടെ നിന്നും പോകുന്നു. പിന്നീട് 3 മണിക്കൂറിന് ശേഷം കുറ്റവാളികളെ കൊല്ലുന്നത് തടയാൻ ശ്രമിച്ച ഞങ്ങളെയും കൊല്ലാൻ ശ്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് എഴുതി. സോ കേസ് അവസാനിച്ചു. ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു എന്ന് പറയുവാണ് ജിൻഹു. ഇതേ സമയം ജിൻഹു, നിനക്കിത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ഒരു എസൻസ് സ്റ്റോൺ കാണിച്ചു കൊടുക്കുകയാണ് ജൂയി. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് വീഡിയോക്ക് ലെങ്ത് കൂടുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.